കാട്ടാളൻ നമ്മുടെ ആൻ്റണി പെപ്പ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ബൈ ദ വേ ഇന്ന് വിഷുവാണ്, എല്ലാവർക്കും വിഷു ആശംസകൾ. നമുക്ക് ആദ്യം ഇതിൻ്റെ ട്രെയിലർ കാണാം. അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഷെരീഫ് മുഹമ്മദാണ്, നമ്മുടെ മാർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ രവി ബാസൂർ KGF അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആൻഡ് പോൾ ജോർജ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്, പക്ഷേ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അസോസിയേറ്റൊക്കെ ആയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി എന്താണ് ഈ ഒരു ട്രെയിലറിൽ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. ട്രെയിലർ കാണാം ഫസ്റ്റ്. ആനക്കൊമ്പ് കടത്തലൊക്കെയാണ്. ഷെരീഫ് മുഹമ്മദ് പ്രസൻസ്. ഓ, ഇത് പുഷ്പ പോലെ ഉണ്ടല്ലോ, മീൻസ് പുഷ്പയിലെ ക്യാരക്ടർ കബീർ. അത് എഴുതി കാണിക്കുന്നത് ആ സീനും. ജഗദീഷ് ചേട്ടൻ ഹിപ്സ്റ്റർ. ഹനാൻഷ, ദുഷാര. ദുഷാരയാണ് ലേഡി ലീഡ്. ഒരാളർക്ക് വിജയണ്ണൻ റെഫറൻസ് ആണ്. ആന്റണി വർഗീസ്. ഫൈറ്റ് എടുത്ത് വെച്ചേക്കുന്നത് കിട്ടുമല്ലോ. ആന്റണി നമ്മൾ നനച്ച മാതിരി ഇല്ല. രവി ബാസൂർ മ്യൂസിക്. ട്രെയിലർ ആരാ കട്ട് ചെയ്തേക്കുന്നത്? കിട്ടില്ലാണല്ലോ. ഓ ഓ ഫുൾ പൊട്ടിത്തെറി. കാട്ടാളൻ ഒരു പാൻ ഇന്ത്യൻ വെട്ടിക്കെട്ടാണ്. പോൾ ജോർജ്, ഷെരീഫ് മുഹമ്മദ്. മെയ് 2026. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇത് ആക്ച്വലി യൂട്യൂബിൽ നിങ്ങൾ സെറ്റിംഗ് ഇതിൻ്റെ മീൻസ് ഈ ട്രെയിലറിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ 3 മ്യൂസിക്, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുന്ന 3 വേർഷൻ കേൾക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ കേട്ടത്. അത് തന്നെ കിടിലനാണ്. ഇതൊരു ഫസ്റ്റ് എന്താ പറയുക, ഡയറക്ടറിൻ്റെ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പോൾ ജോർജ് ഒരു പണി അറിയാവുന്ന ഡയറക്ടറാണ്. അതിന് തിയേറ്ററിക്കലി എങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു പടമായിരിക്കും എന്ന് തോന്നുന്നു. ഡിമാൻഡ് ചെയ്യും, തിയേറ്റർ എക്സ്പീരിയൻസ് വേണം, ഡിമാൻഡ് ചെയ്യുന്നൊരു പടമാണ്. എൻ്റെ വിഷ്വൽ ക്വാളിറ്റി ആൻഡ് ഫൈറ്റ്, എസ്പെഷ്യലി കുറേ ചേസ് സീക്വൻസ് കാണിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണോന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഈ നമ്മുടെ ജീപ്പ്, നമ്മുടെ വണ്ടികളുടെയൊക്കെ ഒരുപാട് ചേസ് സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു വേറെ ലെവലായിരിക്കും തിയേറ്ററിൽ നിന്ന് തോന്നുന്നു. ആൻഡ് ആൻ്റണി പെപ്പെ ഓഫ് കോഴ്സ് അത് പറയണം. പുള്ളി ഒരു ഫൈറ്റ് സിനിമകൾ വരുമ്പോൾ എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഒരു സോണാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കൊരു കിൻഡൽ പവർ നമുക്ക് ഫീൽ ചെയ്യും. സോ അദ്ദേഹത്തിൻ്റെ ഒരു സോണിൽ തന്നെയാണ്. അതിന് പറ്റിയൊരു സാധനം ഒരു ട്രെയിലറിനകത്ത് അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പക്കാ ഫൈറ്റ് തന്നെ. ദെൻ കബീർ ആൻഡ് സുനിൽ ഗാരു, നമ്മുടെ അദ്ദേഹം ആണ് ഇതിനകത്തൊരു മെയിൻ ലീഡ് വരുന്നത്. പിന്നെ ദുഷാരയാണ് ഇതിൻ്റെ ലേഡി ലീഡ് വരുന്നത്. പിന്നെ ഹനാൻഷ ഹിപ്സ്റ്ററൊക്കെ ഉണ്ട്. ഹനാൻഷ എനിക്ക് തോന്നുന്നു വില്ലൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഹനാൻഷയുടെ നമ്മൾ കാണുന്ന ഹനാൻഷയെന്ന് ടോട്ടലി വേറൊരു വൈബ്. ജഗദീശനുണ്ട്. പിന്നെ കബീർ. മാർക്കയിൽ കുറച്ച് നേരം ഉള്ളായിരുന്നു, അത് തന്നെ മതി അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഒരു മുഴുനീള കഥാപാത്രമായിരിക്കും തോന്നുന്നു. ജഗദീശൻ്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് എനിക്കൊരിക്കലും ഒരു ഫസ്റ്റ് ഡയറക്ടറിൻ്റെ ഒരു ഡെബ്യൂ മൂവി ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കിട്ടില്ലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലാണ്. രവി ബാസൂർ ആയതുകൊണ്ട് ഒരു സംഭവം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കിടിലൻ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു പടം ഉണ്ടാകുന്ന ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ട്രെയിലറാണ്. ആ ട്രെയിലർ കട്ട് ചെയ്തിരിക്കും, ഇച്ചിരി ഫാസ്റ്റാണ്.
നമുക്കങ്ങനെ എന്താണ് സംഭവം എന്നുള്ളത് പിടിതരാത്ത രീതിയിൽ ആനക്കൊമ്പ് കടത്തൊക്കെയാണ്. പിന്നെ അതൊരു റിവഞ്ച് സ്റ്റോറിയൊക്കെ ആയിരിക്കാം. എന്താണെന്നുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ എൻ്റെ സിനിമ വന്നതിന് ശേഷം ആളുകൾ സംസാരിക്കാതായിരിക്കും നല്ലത്. ഏതായാലും നല്ലൊരു ട്രെയിലർ, കിടിലൻ ട്രെയിലർ, തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂട്ടിയൊരു ട്രെയിലറാണ്. കൊള്ളാം. വൺസ് അഗൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.